നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം പൂർത്തിയായിരിക്കുകയാണ്. ഇത്തവണ 10 ടീമുകളും തങ്ങളുടെ കഴിഞ്ഞ സീസണുകളിലെ ദൗർബല്യങ്ങൾ വിലയിരുത്തി ആവശ്യമായ മാറ്റങ്ങൾ ടീമുകളിൽ നടത്തിയിട്ടുണ്ട്. ഇത്തവണ റെക്കോർഡ് പ്രതിഫലങ്ങൾ പിറന്ന ലേലമാണ് കടന്നുപോയത്. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും വലിയ മാറ്റങ്ങളാണ് ഇത്തവണത്തെ ലേലത്തിൽ നടത്തിയിട്ടുള്ളത്. പല സൂപ്പർ താരങ്ങളെയും രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മെഗാലേലത്തിന് മുൻപ് തന്നെ 6 താരങ്ങളെ നിലനിർത്തിയ രാജസ്ഥാൻ തന്ത്രപരമായ നീക്കങ്ങളാണ് മെഗാലേലത്തിൽ നടത്തിയത്. ആരാധകരെ ഒരു പരിധി വരെ തൃപ്തിപ്പെടുത്താൻ രാജസ്ഥാന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ രാജസ്ഥാന്റെ ടീം കരുത്ത് കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മികച്ചതാണ് എന്ന് പറയാനാകില്ല. ചില പ്രശ്നങ്ങൾ രാജസ്ഥാനെ ബാധിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. മികച്ച പേസ് ഓൾറൗണ്ടർ ഇല്ല എന്നത് രാജസ്ഥാൻ റോയൽസിനെ വേട്ടയാടുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ സീസണുകളിലെല്ലാം രാജസ്ഥാനെ പിന്നോട്ടടിച്ചത് ഈ പ്രശ്നമായിരുന്നു. മികച്ച പേസ് ഓൾറൗണ്ടർ ഇല്ലാത്തതിൻ്റെ ക്ഷീണം കഴിഞ്ഞ സീസണുകളിലെല്ലാം രാജസ്ഥാനെ കാര്യമായി ബാധിച്ചതുമാണ്. ഇത്തവണത്തെ ലേലത്തിലെങ്കിലും ഈ പ്രശ്നത്തിന് രാജസ്ഥാൻ പരിഹാരം കാണും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇത്തവണയും ഇത്തരമൊരു താരത്തെ കൊണ്ടുവരാൻ രാജസ്ഥാന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ ഒരു വിടവ് രാജസ്ഥാനെ പിന്നോട്ടടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിന് പരിഹാരം കാണുക എന്നത് രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താനും നിർണായക വിക്കറ്റുകൾ നേടാനും കഴിവുള്ള ഒരു താരത്തിൻ്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ദ്രാവിഡിനും സാധിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിൽ സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ഷിംറോൺ ഹെറ്റ്മേയർ, ധ്രുവ് ജുറേൽ, റിയാൻ പരാഗ, നിതീഷ് റാണ എന്നിവരാണ് പ്രധാനികൾ. ഇവരെല്ലാം പ്ലേയിങ് 11ലേക്ക് എത്താൻ കഴിവുള്ളവരുമാണ്. എന്നാൽ ഇവർക്ക് ബാക്കപ്പ് ആകാൻ സാധിക്കുന്ന മികച്ച താരങ്ങളുടെ അഭാവം രാജസ്ഥാൻ നിരയിൽ ഉണ്ട്. നിലവിലെ രാജസ്ഥാൻ നിരയിലെ 1-2 താരങ്ങൾക്ക് പരിക്കേറ്റാൽ ടീമിന്റെ താളം തെറ്റാൻ സാധ്യത കൂടുതലാണ്. യുദ്ധ്വീർ സിംഗ്, വൈഭവ് സൂര്യവംശി, ശുഭം ദുബെ, കൃണാൽ റാത്തോർ എന്നിവരെയൊന്നും വിശ്വസ്തരായ താരങ്ങളെന്ന് പറയാനാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ മികച്ച ബാക്കപ്പ് ബാറ്റർമാരുടെ അഭാവം രാജസ്ഥാനെ വേട്ടയാടുന്നുണ്ട്. ഇനി താരങ്ങളെ എത്തിക്കുക എന്നത് രാജസ്ഥാനെ സംബന്ധിച്ച വളരെ പ്രയാസമുള്ള കാര്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാന്റെ ദൗർബല്യമായി ഈ പ്രശ്നം തുടരുമെന്ന കാര്യവും ഉറപ്പാണ്. വാലറ്റം നേടുന്ന ഓരോ റൺസും വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും മാച്ച് വിന്നർമാരാകാൻ വാലറ്റത്തിന് സാധിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ രാജസ്ഥാന്റെ വാലറ്റത്തിന്റെ ബാറ്റിംഗ് കരുത്ത് മോശമാണെന്ന് തന്നെ പറയാതിരിക്കാനാകില്ല. അശ്വിന്റെ അഭാവം നികത്താൻ വനിന്ദു ഹസനകയ്ക്ക് സാധിക്കുമെന്നും കരുതാനാകില്ല. ജോഫ്ര ആർച്ചറിൽ നിന്നും മഹീഷ് തീക്ഷ്ണയിൽ നിന്നും കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാനും ആകില്ല. തുഷാർ ദേശ്പാണ്ഡെ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്താൽ ഒരു പക്ഷേ ആശ്വാസമാകും. എന്തായാലും രാജസ്ഥാന്റെ വാലറ്റത്തിന്റെ ബാറ്റിംഗ് കരുത്ത് വളരെ നിരാശപ്പെടുത്തുന്നതാണ്. അത്ഭുതങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇത് ടീമിനെ പിന്നോട്ടടിക്കാനും സാധ്യത ഏറെയാണ്. അത്ഭുത പ്രകടനം നടത്താൻ രാജസ്ഥാൻ ബാറ്റിംഗ് നിരയ്ക്ക് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.